കൊക്രോച്ചുകളുടെ സമരം അവസാനിച്ചു. അവരുടെ നേതാവ് അഭിജിത് ദീപ് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചുപോയി എന്നാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. തങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങും എന്ന് കൊക്രോച്ചുകാർ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലെ പൊതുപരീക്ഷ തട്ടിപ്പിനെതിരായിട്ട് അതവിടെ വ്യാപകമായി നടക്കുകയാണ്. അത് വലിയ ചർച്ചാ വിഷയമാണ്. അതിനെതിരെ തങ്ങൾ പ്രതികരിക്കും എന്നൊക്കെ ചില അവരുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതേപോലെ തന്നെ തങ്ങൾക്കെതിരെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം അവർ കേന്ദ്ര സർക്കാരിൽ അതിശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അക്രമകാരികളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിരവധി പോലീസുകാരുണ്ട്. ഏതാണ്ട് 120ഓളം പോലീസുകാർക്കാണ് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞിരുന്നത്. അവരിൽ പലരുടെയും ബന്ധുക്കൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഈ കൊക്രോച്ച് സമരത്തിൻ്റെ പിറകിൽ വിദേശ ശക്തികളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. അതേസമയത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ട് പറയുന്നത്. പക്ഷേ ഒരുപാട് സാഹചര്യ തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ ജോർജ് സൊറോസ്, അപ്പം അദ്ദേഹത്തിൻ്റെ ഫണ്ടിങ്ങിലാണ് ഒരു പത്രം. ആ പത്രത്തിൻ്റെ പ്രതിനിധിയാണ് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് സന്ദർശിച്ച സമയത്ത് ഓസ്ലോവിൽ ഒരു നോർവീജിയൻ പത്രപ്രവർത്തക അദ്ദേഹത്തിൻ്റെ പരിപാടിക്കിടെ ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചു. ചോദ്യങ്ങൾ ഉന്നയിക്കുക, സമയം കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, തൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെന്ന് ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അടുത്ത ദിവസവും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയ സമയത്തും അതൊരു ബഹളത്തിലാണ്. അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ സമയത്ത് തന്നെ വളരെ വ്യക്തമായിരുന്നു ഇതിൻ്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമായിരുന്നു. കാരണം ജോർജ് സൊറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ $10 ലക്ഷം ഇവരുടെ പത്രത്തിന് കൊടുത്തിരിക്കുന്നത്. അത് ഏതാണ്ട് ആ പത്രം വലിയ മികച്ച പത്രക്കാരെയൊക്കെ ഇറക്കിയിട്ടാണ് ആ പത്രം പ്രവർത്തിക്കുന്നതെങ്കിലും അതൊരു ചെറിയ പത്രമായിരുന്നു അത്. പക്ഷേ വലിയൊരു സഹായമാണ് ജോർജ് സൊറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന് അതിന് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോർവേയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഈ കൊക്രോച്ച് പാർട്ടിയുടെ സ്പോക്സ്മാൻ സൗരവ് ദാസിനെയൊക്കെ കൊണ്ടുപോയത് ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുപോലെ തന്നെ ഈ പത്രപ്രവർത്തകർ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ആരോപണമുള്ള, കാരണം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അവിടെ ബഹളമുണ്ടാക്കിയ ഈ പത്രപ്രവർത്തകയും അതേപോലെ തന്നെ സൗരവ് ദാസൊക്കെ ഒരുമിച്ചിരിക്കുന്നൊരു പടവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു നെക്സസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. കാരണം വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പരിപാടി നടത്തിയത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമയത്തൊക്കെ കുറച്ച് പേരെ സമരത്തിനുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകളെ വിവിധ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൽ തന്നെ കേന്ദ്ര സർക്കാർ അവർ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി അവർ പറയുന്നത് നിരവധി ക്രിമിനലുകൾ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ, ഡൽഹി പോലീസിൻ്റെ കയ്യിൽ അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അവർ പറയുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ കൃത്യമായി എത്ര പേർ ഏതൊക്കെ കേസുകളിൽ പെട്ടിരിക്കുന്ന ആളുകളാണ് എന്നവരെ വ്യക്തമായി പറയുന്നുണ്ട്. 2873 പേരാണ് അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടത്. അതിൽ 989 പേർ നേരത്തെ തന്നെ വിവിധ ക്രിമിനൽ കേസുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതായത് ഇവരൊന്നും തന്നെ വിദ്യാർത്ഥികളല്ല. അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെ എങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു, ഈ സമരത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ 62 പേർക്ക് നേരെ അറ്റംപ്റ്റ് മർഡർ, വധശ്രമത്തിന് നിലവിൽ കേസുള്ള ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. അതേപോലെ തന്നെ 6 പേർ പോക്സോ കേസ് പ്രതികളാണ്. 135 പേർ തട്ടിപ്പറിക്കൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ കവർച്ച കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ 989 അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് ഈ സമരത്തിലുണ്ടായിരുന്നത്. മൊത്തത്തിൽ 2873 പേരാണ് അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്ര കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ കൈവശം വന്നിരിക്കുകയാണ്. അവരത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഇനി ഒരു പക്ഷേ അവരത് കോടതിയിൽ കൊടുക്കുമായിരിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാർ
വലിയ ആക്ഷനൊന്നും എടുക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ട് ഇനിയിപ്പോൾ പല വ്യക്തികളും കോടതിയെ സമീപിക്കും. ആ വ്യക്തികൾ സമീപിക്കുന്ന സമയത്ത് കോടതികൾക്ക് പറയേണ്ടി വരും, കേസ് എടുക്കണം എന്ന് പറയേണ്ടി വരും. അപ്പം അതെന്ത് തന്നെ ആയാലും ഇതിൻ്റെ പിറകിൽ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് വെളിവാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നിലമ്പൂർക്കാരനായ കേരളത്തിൽ നിന്നുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു വ്യവസായി തൻ്റെ 23 തൊഴിലാളികളെയാണ് അദ്ദേഹം ഡൽഹിയിലെ സമരത്തിലേക്ക് പറഞ്ഞയച്ചത്. അവർക്ക് വിമാന കൂലിയും നല്ല ഭക്ഷണവും ഹോട്ടൽ താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവരോട് അത്ര ഒരു മമതയുള്ള ആളായിരുന്നെങ്കിൽ അവരെയൊന്ന് ഏതായാലും നിങ്ങൾ ഗൾഫിൽ നിന്ന് ഇന്ത്യയിൽ വരെ വന്നതല്ലേ, നിങ്ങളൊക്കെ വീട്ടിൽ പോയി വന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു മമത അദ്ദേഹം കാണിച്ചില്ല. സമരം കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ സമരം തീർന്ന ഉടനെ തന്നെ അവരെ തിരിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു ചിലരെയും കൂടി പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് കാരണം കുവൈറ്റിൽ നിന്നൊക്കെയാണ്, ഖത്തറിൽ നിന്നാണ് ഇവർക്കൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് എന്നുള്ള വിവരങ്ങളാണ്. സ്വിഗ്ഗി വഴിയൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് ഖത്തറിൽ നിന്നാണെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ജുനൈദിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. ആ ജുനൈദ് ആയിരക്കണക്കിന് പേർക്കാണ് ദിവസങ്ങളോളം അദ്ദേഹം വൻകിട ഫുഡുകളൊക്കെ, സാധാരണ നമ്മളെ കേരളീയർ കഴിക്കുന്ന പോലെ ഇറച്ചിയും പൊറോട്ടയും ഒന്നല്ല കഴിച്ചത്, നല്ല നല്ല ഒന്നാം തരം ഫുഡുകളൊക്കെ ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഇതൊക്കെ തന്നെ വളരെ ആസൂത്രിതമായ ഒരു ശ്രമം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ഇത്ര ആളുകളെയൊന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് ആളുകളുടെ വളരെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ സമരം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നത്തിന് വേണ്ടിയല്ല. കാരണം വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു അട്ടിമറി ശ്രമമാണ് നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു ഘടകം അത് ലണ്ടനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചില്ല. അതിൻ്റെ നേതാവ് ഈയിടെ വന്ന സമയത്ത് അവർ സമ്മേളനത്തിൽ നിന്നും പങ്കെടുപ്പിച്ചില്ല. അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തിരുന്നത്. കേരളത്തിലെ ഒരു നേതാവുമായിട്ടും അദ്ദേഹത്തിന് കേസുണ്ട്. മറ്റു ചില നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു ഘടകം ഇപ്പോൾ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന CPM-ൻ്റെ ഭാഗമായിട്ട് ഒരു SFI അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ SFI അമേരിക്കൻ എംബസിക്ക് മുമ്പിൽ പ്രകടനം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ നമുക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ട് അവർ തന്നെ പുറത്തു വിട്ടതാണ്. ഇവിടെയാണ് ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന സ്വീഡിഷ് ആക്ടിവിസ്റ്റ്, ആ സ്വീഡിഷ് ആക്ടിവിസ്റ്റ് പറയുകയാണ് ജനാധിപത്യവും സ്വാതന്ത്ര്യമൊക്കെ സംരക്ഷിക്കണം ഇന്ത്യക്കാരുടെ എന്ന് പറയുകയാണ്. അപ്പോൾ അത് ശരിക്കും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ളൊരു പരസ്യമായ കൈകടത്തലാണ്. കാരണം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളൊരു വിഭാഗം ഒരു പരീക്ഷാ സമ്പ്രദായത്തിനെതിരെ സമരം ചെയ്യുന്ന സമയത്ത് അതിനെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിൻ്റെ പിറകിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. കാരണം അവർക്ക് മറ്റെന്തെങ്കിലും പേരിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്ത് ഇന്ത്യയിലെ ഒരു സമരത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുക, ഇന്ത്യയിലെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം എന്നൊക്കെയാണ് ഗ്രേറ്റ തൻബർഗ് പറയുന്നത്. അവർ തന്നെ വളരെ വിവാദമായ ഒരു ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? SFI എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ലണ്ടനിലെ സംഘടനയാണ്. അവരവിടെ CPM ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരെ കേരളത്തിലെ CPM പൂർണ്ണമായിട്ട് അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ CPM-ൻ്റെ പല പരിപാടിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ചില പരിപാടികൾ പങ്കെടുപ്പിച്ചു, ചില പരിപാടികൾ പങ്കെടുപ്പിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമാണ് കോക്രോച്ചുകളുടെ സമരം. പക്ഷേ കുറേ വിദ്യാർത്ഥികളെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം, ഈ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളെ തുടർന്ന് വീണ്ടും പരീക്ഷ നടത്തി. ആ പരീക്ഷ കുറ്റമറ്റ രീതിയിലാണ് നടത്തിയത്. ഒരു സ്ഥലത്തും ക്രമക്കേടുണ്ടായില്ല. പക്ഷേ ആ പരീക്ഷയിലും തോറ്റ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നത് പോലും അതിൻ്റെ പിറകിൽ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, രക്ഷിതാക്കളൊക്കെ തന്നെ എൻ്റെ മകൾ എന്ത് തന്നെ സംഭവിച്ചാലും നീറ്റ് കിട്ടിയേ അടങ്ങും. അങ്ങനെ ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് 14 മണിക്കൂറൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ തോറ്റാൽ വീണ്ടും പരീക്ഷ എഴുതിക്കുന്നു. അങ്ങനെ അത്ര വലിയൊരു സമ്മർദ്ദമാണ് കുട്ടികളുടെ മുകളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലരും ഒരു പരീക്ഷ, സാധാരണഗതിയിൽ നമ്മളൊരു പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്തു, പക്ഷേ ആ പരീക്ഷ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തൊട്ടടുത്ത 2 ആഴ്ചക്കുള്ളിൽ നടക്കുന്ന അടുത്ത പരീക്ഷ നമ്മൾ എഴുതും. കാരണം നമ്മൾ നന്നായി പഠിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള പക്ഷേ പലരും ആത്മഹത്യ ചെയ്തു. അതൊരു വൈകാരിക പ്രശ്നമായി മാറി. അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക പ്രശ്നത്തെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളൊക്കെ തെരുവിലിറങ്ങുമെന്നുള്ളത് വ്യക്തമാണ്.
പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈകാരികമായ പ്രശ്നത്തെ അതിൻ്റെ നിലയ്ക്ക് കാണുന്നതിന് പകരം അതിനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയെടുത്ത് ഇന്ത്യയിൽ ഇടപെടാനുള്ള, കാരണം നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ തന്നെ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള കലാപങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ സർക്കാരിനെയും അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കലാപം നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടന്നത് എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത്. അത്തരം ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ രീതിയിൽ ഇപ്പോൾ നോർവീജിയൻ പത്രപ്രവർത്തകരുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്വീഡിഷ് ആക്ടിവിസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും, അതേപോലെ തന്നെ നേരത്തെ തന്നെ മറ്റൊരു സിഖ് തീവ്രവാദി നേതാവ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇവരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു എന്നാണ് കന്നഡ കേന്ദ്രീകരിച്ച സിഖ് തീവ്രവാദി നേതാവ് പറഞ്ഞിരുന്നത്. സിഖ് തീവ്രവാദി എന്ന് പറയുന്നതിനേക്കാൾ ഖലിസ്ഥാൻ ഭീകരവാദി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഇവർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ചുള്ള സമരത്തിനുപരിയായിക്കൊണ്ട് അന്താരാഷ്ട്ര മാനങ്ങളുള്ളൊരു സമരമായിട്ട് മാറിയെന്ന ആരോപണമുണ്ടായിരുന്നു. അതിനെ അങ്ങനെയുള്ള ആരോപണങ്ങൾ, അങ്ങനെയുള്ളൊരു വിമർശനങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ്, അല്ലെങ്കിൽ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം.